ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാഹി ഡെന്റൽ കോളേജിനെ കുറിച്ചിട്ടുള്ള നമ്മൾ ഡീറ്റെയിൽസ് നോക്കാൻ പോവാണ്. എങ്ങനെയാണ് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ, കോളേജ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് BDSന് അഡ്മിഷൻ വേണം അല്ലെങ്കിൽ BDSന് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അങ്ങനെയല്ല നീറ്റ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ കൂടി ചെയ്യാം. കേരളത്തിലെ ടോപ്പ് 10 ഡെന്റൽ കോളേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റലിൻ്റെ പേര് കാണാനായിട്ട് പറ്റും. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ മാഹി ഡെന്റൽ കോളേജ്. ഇവിടെ ടോപ്പ് നോച്ച് BDS ആൻഡ് MDS എഡ്യൂക്കേഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോഴിക്കോടിനെയും കണ്ണൂരിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്ന മാഹിയിലാണ് മാഹി പുതുച്ചേരി ഭാഗത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. NAAC+ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഇവിടെ BDS കോഴ്സ് എന്ന് പറയുന്നത് 4 ഇയർ അക്കാഡമിക്സും പ്ലസ് 1 ഇയർ കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് വരുന്നത്. ആൻഡ് ഇനി BDSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അത്രയും അധികം നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ, അതും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ BDSൻ്റെ കരിക്കുലം റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാംസ് എന്തായാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി പോരാത്തതിന് BDS അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മാസ്റ്റേഴ്സ് ചെയ്യാനാണെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഡെന്റൽ സർജറി ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇനി MDS തന്നെ ഇവർ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പെഡോഡോണ്ടിക്സ്, ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, പ്രോസ്റ്റോഡോണ്ടിക്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ്, പെരിയോഡോണ്ടോളജി, ഓർത്തോഡോണ്ടിക്സ് ആൻഡ് എൻഡോഫേഷ്യൽ ഓർത്തോപെഡിക്സ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവർ മാസ്റ്റേഴ്സ് ഇൻ ഡെന്റൽ സർജറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മാഹി ഡെന്റൽ കോളേജ് നമ്മൾ പറഞ്ഞു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ട് വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവൻ ദോ അതിൻ്റെ ക്യാമ്പസ് വരുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു കോഴ്സ്, ഈ ഒരു MDS BDS പോലുള്ള കോഴ്സുകൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സെൻഡാക്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സെൻഡാക്ക് ത്രൂ ആണ് ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ കാൻഡിഡേറ്റ്സിന് എന്തായാലും 50% മാർക്സ് ഉണ്ടായിട്ടുണ്ടാവണം. ആൻഡ് കമ്പൽസറി ആയിട്ട് അവർ നീറ്റ് UG എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതേപോലെ തന്നെ BDSൽ നിങ്ങൾ മെറിറ്റ് സെൻഡാക്കിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ സെൻഡാക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതുവഴി വരുന്ന മെറിറ്റ് ലിസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ BDSന് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ നീറ്റിൻ്റെ MDS സ്കോർ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ MDS കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. ആൻഡ് ഇനി പോരാത്തതിന് നിങ്ങൾക്ക് ഇവിടെ MDS എടുക്കണം എന്നുള്ളതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് BDS ഡിഗ്രി എന്തായാലും വേണം, പ്ലസ് 1 ഇയർ മാൻഡേറ്ററി ഇന്റേൺഷിപ്സും വേണം. അതും നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഒരു ഡെന്റൽ കോളേജ്, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ കോളേജിൽ നിന്ന് തന്നെ വേണം നിങ്ങൾ ഈ ഒരു ഡിഗ്രിയും അതേപോലെ തന്നെ ഇന്റേൺഷിപ്പും ചെയ്തിട്ടുണ്ടാവേണ്ടത്. അപ്പം നമ്മുടെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം, അതും ഗവൺമെൻറ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ ആണ്, അഡ്മിഷൻ പ്രൊസീജിയറാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, നീറ്റ് UG അല്ലെങ്കിൽ നീറ്റ് PGയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ സെൻഡാക്കിൽ നിങ്ങൾ UG അല്ലെങ്കിൽ PG പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ചെയ്തിട്ടുണ്ടാവണം. പിന്നെ സെൻഡാക്ക് പ്രിപ്പയർ ചെയ്യുന്ന മെറിറ്റ് ലിസ്റ്റിൽ അവർ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സെൻഡാക്കിൻ്റെ കൗൺസിലിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ സെൻഡാക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറിറ്റ് ബേസിലായിരിക്കും നമുക്ക് സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ സെൻഡാക്കാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റ് ഏതാണെങ്കിൽ കോളേജ് ഏതാണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ കോളേജസിനും ഓർഡർ സെൻഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ടൈം നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോളേജിൽ ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും, ഇന്ന ദിവസം വരെ അല്ലെങ്കിൽ 7 ദിവസം വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ ഉണ്ടാവും, അതൊക്കെ ചെയ്യുക. പിന്നെ ഫീസ് അടയ്ക്കാനുള്ളതൊക്കെ അടയ്ക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറായിട്ട് വരുന്നത്. അപ്പോൾ BDSൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു. 12th 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ വേണം. അതേപോലെ തന്നെ നീറ്റ് UG ക്വാളിഫൈഡ് ആയിരിക്കണം. സെലക്ഷൻ ക്രൈറ്റീരിയ സെൻഡാക്ക് കൗൺസിലിംഗ് ബേസിലായിരിക്കും. അപ്പോൾ 5 ഇയർ കോഴ്സാണ്, 4 ഇയർ അക്കാഡമിക്സും 1 ഇയർ കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്സും. അതേപോലെ തന്നെ ഇവിടെ BDSൻ്റെ സീറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സീറ്റ്സ് എന്ന്
എന്ന് പറയുന്നത് 35ഉം മാനേജ്മെൻറ്റ് സീറ്റ്സ് ആയിട്ട് വരുന്നത് 65ഉം ആണ്. അപ്പോൾ ടോട്ടൽ 100 സീറ്റ്സ് ആണ് BDSന് ഈ ഒരു മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി MDSൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നീറ്റ് PG ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അക്രഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെൻ്റൽ കോളേജിൽ നിന്ന് ഒരു 4 ഇയർ ഡിഗ്രി പ്ലസ് 1 ഇയർ കമ്പൽസറി ഇൻറ്റേൺഷിപ്പും ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ഇതും സെൻറ്റാ കൗൺസിലിംഗ് ബേസ്ഡ് ആണ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. പിന്നെ സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെയാണ് MDSന് ഈ ഒരു കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡ്യൂറേഷൻ വരുന്നത് MDSൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 ഇയർ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു മാഹി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് BDS ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്ഷനായിട്ട് വരുന്ന ഒരു കോളേജാണ് നമ്മുടെ മാഹി ഡെൻ്റൽ കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡാക്കിൽ രജിസ്റ്റർ ചെയ്യുക. BDS MDS കോഴ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും. മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ് സീറ്റ്സ് ഉണ്ട്. അപ്പോൾ രണ്ടിനും നിങ്ങൾ ഈ സെൻഡാക് കൗൺസിലിംഗ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി.